വിശദമായ വാർത്തകളിലേക്ക്. 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിലെ കുളം വറ്റിച്ച പരിശോധന നടത്തി. വാരനാട് സ്വദേശിനിയായ റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരി ഹൈറുമ്മ എന്ന് വിളിക്കുന്ന ഐഷ കൊലപാതക കേസിൽ ചേർത്തല പോലീസാണ് തെളിവെടുപ്പ് നടത്തിയത്. 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിലെ കുളം വറ്റിച്ച പരിശോധന നടത്തി. വാരനാട് സ്വദേശിനിയായ റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരി ഹൈറുമ്മ എന്ന് വിളിക്കുന്ന ഐഷയുടെ കൊലപാതക കേസിൽ ചേർത്തല പോലീസാണ് തെളിവെടുപ്പ് നടത്തിയത്. ഡിവൈഎസ്പി PT അനിൽകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ ലൈസാദ് മുഹമ്മദ്, ആലപ്പുഴ ഫോറൻസിക് ഉദ്യോഗസ്ഥ ദീപ അനു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ ആരംഭിച്ച തിരച്ചിൽ 1:30 വരെ നീണ്ടു. മണ്ണുമാന്തി യന്ത്രത്തിന്റെയും മോട്ടോർ പമ്പും ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ ഒന്നും തെളിവിനായി ലഭിച്ചില്ല. കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ, ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ എന്നിവരുടെ കൊലപാതക കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യൻ നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ചേർത്തല ലോക്കൽ പോലീസാണ് ഐഷയുടെ തിരോധാന കേസ് അന്വേഷിക്കുന്നത്. ഇവരെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് ആരോപണം. 2006 മുതലാണ് ബിന്ദു പത്മനാഭനെ കാണാതായത്. വർഷങ്ങൾക്ക് ശേഷം സഹോദരൻ പ്രവീൺ കുമാർ നൽകിയ പരാതിയിൽ ചേർത്തല പോലീസ് കേസ് അന്വേഷിച്ചിരുന്നു. എന്നാൽ പിന്നീട് അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ വർഷം കാണാതായ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ തിരോധാന കേസ് അന്വേഷിച്ച കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ സെബാസ്റ്റ്യൻ പിടിക്കപ്പെടുകയായിരുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മൊഴി നൽകിയതോടെയാണ് കേസിന് വഴിത്തിരിവായത്. തുടർന്നുള്ള പരിശോധനയിൽ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ അസ്ഥികഷ്ണങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇയാളുടെ വീട്ടുവളപ്പ് മുഴുവൻ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്താൽ പരിശോധന നടത്തി. ബിന്ദുവിന്റെ ശരീരാവശിഷ്ടങ്ങൾ കത്തിച്ച ശേഷം തണ്ണീർമുക്കം ബണ്ടിന് സമീപം വേമ്പനാട്ടുകായലിൽ തള്ളിയെന്നാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി.